ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഭാരം ഒട്ടും തന്നെ ഇല്ലാതെ ഗ്രോ ബാഗ് ആയാലും ചെടിച്ചട്ടി ആയാലും നിറക്കുന്ന ഒരു രീതിയാണ്. അതായത് മണ്ണിൻ്റെ അളവ് കുറച്ച് എങ്ങനെ ഗ്രോ ബാഗ് നിറക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗ്രോ ബാഗ് നിറക്കാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഉണങ്ങിയ വാഴ ഇലകളാണ്. ഈ ഉണങ്ങിയ വാഴ ഇലകൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ നിന്നും മുറ്റത്തു നിന്നുമൊക്കെ അടിച്ചു വാരുന്ന കരിയിലകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെക്കാം. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗാണ്. 40x24x24 സൈസിലുള്ള ഗ്രോ ബാഗാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളം വാർന്ന് പോകാനുള്ള ഹോൾസ് ഇല്ലെങ്കിൽ ഹോൾസ് ഇട്ട് കൊടുക്കണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകും വെള്ളം കെട്ടി നിന്ന്. അപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ ഈ മുകൾ ഭാഗം ഞാൻ നല്ലതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ വാഴ ഇലകളുണ്ടല്ലോ, അത് നമ്മൾ പിച്ചിയെടുത്ത് ഇതുപോലെ ഗ്രോ ബാഗിൽ ഒരു 3/4 ഭാഗത്തോളം നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴിയണത് അത്രയും കരിയിലകൾ നിറച്ചു കൊടുക്കാം. ഇതൊരു 2 ദിവസം കൊണ്ട് തന്നെ താഴ്ന്നു പോകും. നല്ലൊരു അടിപൊളി കമ്പോസ്റ്റായി മാറുകയും ചെയ്യും. അപ്പോൾ ഇത് നിറച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഭാരം ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഇത് നമുക്ക് എവിടേക്കും എടുത്തു വെക്കാം. ഇനി പോട്ടി മിക്സ് ആയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കരിയിലയും കിച്ചൺ വേസ്റ്റും വെച്ച് ഉണ്ടാക്കിയ നല്ല അടിപൊളി ജൈവവളമാണ്. ഇതിൽ മണ്ണിൻ്റെ അളവ് വളരെ കുറവാണ്. ചെറുതായി മണ്ണ് മാത്രമേ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളൂ. ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആർക്കെങ്കിലും കാണണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. നല്ല കറുത്ത വളമാണ് കേട്ടത്. നല്ല ജൈവാംശമുള്ള നല്ല വളക്കൂറുള്ള നല്ലൊരു അടിപൊളി വളമാണിത്. ഇതിൻ്റെ കൂടെ വേറെ വളങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഗ്രോ ബാഗിലോട്ട് നിറക്കുന്നത് നോക്കാം. അപ്പോൾ 3/4 ഭാഗത്തോളം ഉണങ്ങിയ കരിയില നിറച്ചു. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റും കരിയിലയും ഒക്കെ ഇട്ട കമ്പോസ്റ്റാണ് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് നിറച്ചും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ തൈകളൊക്കെ നട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് അതിലോട്ട് വളവും മണ്ണും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മണ്ണിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ നമുക്കിത് എവിടേക്കും എടുത്തു വെക്കാം. നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് തന്നെ ചെടികളുടെ വേരോടാനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് ഒരു മുളകിൻ്റെ തൈയാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ തൈ നട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നനച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനൊരു തണലുള്ളൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ വേരൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഗ്രോ ബാഗ് നിറച്ച് തൈ നടുന്ന രീതി. ഞാനിവിടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ എനിക്ക് തക്കാളി ആയാലും വഴുതന ആയാലും മുളകായാലും വെണ്ടക്ക ആയാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് അതിൽ നിന്ന് വിളവൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഗ്രോ ബാഗ് നിറക്കാറ്. മണ്ണിൻ്റെ അളവ് കുറച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ തക്കാളി, മുളക്, പച്ചമുളക് വീട്ടിലേക്ക് ആവശ്യമുള്ളത് എല്ലാവരും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.